അപ്പോൾ അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാണ്. ചെറിയൊരു എന്താ പറയാ ചാറ്റൽ മഴയുള്ളതുകൊണ്ട് ഒരു ക്യാബ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല നമ്മളെ റിക്വസ്റ്റ്. അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടതെന്നെല്ലാം വിചാരിച്ച് നിൽക്കുകയാണ്. നമ്മളെല്ലാവരും ഫുൾ സെറ്റപ്പിൽ എന്തായാലും ബാംഗ്ലൂരിലല്ലേ ഉള്ളത്, ഒന്ന് ചർച്ച് സ്ട്രീറ്റിൽ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് ചില്ലറ ഷോപ്പിങ്ങും ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി റെഡി ആയിട്ടുള്ള റെഡിയിങ് ഡാൻസ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചർച്ച് സ്ട്രീറ്റിൽ പോയിട്ട് അങ്ങനെ ഷോപ്പ് ചെയ്യാം, ഇങ്ങനെ ഷോപ്പ് ചെയ്യാം, അവിടെയൊക്കെ ഫുഡ് അടിക്കാൻ പോവാം, ഇവിടെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോന്റെ ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആയതുകൊണ്ട് ആ ഇൻട്രോ കട്ട് ചെയ്യേണ്ടി വന്നു എനിക്ക്. അപ്പൊ നമ്മളിത് ഡാൻസ് ഒക്കെ കളിച്ചിതാ അവസാനം നമുക്ക് ക്യാബ് കിട്ടിയില്ല, അതിന് പകരം ഓട്ടോ കിട്ടി. അങ്ങനെ 2 ഓട്ടോ ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 2 ടീമായിട്ട് പോകാനായിരുന്നു പ്ലാന്. ഭയങ്കര വലിയ പ്ലാനിങ്ങോട് കൂടി പോയൊരു അടിപൊളി ഫ്ലോപ്പ് ട്രിപ്പാന്ന് വേണ്ടിക്ക് പറയാം. എന്താ സംഭവിച്ചതെന്നല്ല അത് ഞാൻ വഴിയെ പറയാം. അപ്പൊ നമ്മൾ ഓട്ടോ താഴെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 2 ഓട്ടോകളിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞാൻ ബാംഗ്ലൂരിൽ ഓട്ടോയിലുള്ളത് കേട്ടോ. ഫസ്റ്റ് ഓട്ടോയിൽ ഞാനും വെലന്റിയും ആണ് കയറിയിട്ടുണ്ടായത്. അതേപോലെ മറ്റേ ഓട്ടോയിൽ ഏഞ്ചലും സാനിയും പിന്നെ നീതുവാ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ടേണിങ് എത്തിയാലും നമ്മളെ ഓട്ടോ ഡ്രൈവർ ഷോർട്ട് കട്ട് അടിച്ചിട്ട് ഇതിലോട്ട് പോയ വേഗമെത്തും മാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചു എന്ന് വേണ്ടിക്ക് പറയാം. അവർ ഓട്ടോ ഓവർടേക്ക് ചെയ്തിട്ട് അവർ ഫസ്റ്റ് റീച്ച് ആവുക കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പൊ നമ്മൾ എത്തുന്നതിന് മുമ്പേ അവർ അവിടെ എത്തിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുക ചെയ്തത്. അപ്പൊ അവർ അവിടെ വെയിറ്റിംഗ് അല്ല, അവർ സെൽഫി എടുക്കാൻ ഓടി പിടിക്കാതെ അവിടെ പോയിട്ട് നമ്മളെ കാണും. അപ്പൊ ഏഞ്ചുവിന്റെ ഇൻട്രോയില് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര എക്സൈറ്റഡും അത്രയും പ്ലാൻഡും അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് അത്രയും എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ പോയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആയിരുന്നു ചർച്ച് സ്ട്രീറ്റ്. നമ്മൾ ഷോപ്പിംഗ് പോവാം. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് നടന്നിട്ട് ഏതൊക്കെ ഷോപ്സിലൊക്കെ കയറാന്നുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ കുറച്ചൊരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ പാറൽ മഴ ഉണ്ടായിരുന്നു അവിടെ. നിങ്ങളിത് ചർച്ച് സ്ട്രീറ്റിൽ ഷോപ്പിംഗ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിയുന്ന രാത്രി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം രാത്രി അവിടെ നല്ലൊരു വൈബ് ആൻഡ് വ്യൂ ആണ് കാണാൻ തന്നെ. അപ്പോൾ ട്രൈ ടു ഗോ അറ്റ് നൈറ്റിനെ ഞാൻ എന്തായാലും പറയുള്ളൂ. കുറച്ച് നല്ല നടക്കാൻ ഉണ്ട്, എന്താ പറയുക, നല്ല റീൽസും ഫോട്ടോസും എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രീറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നടന്നിട്ട് കുറേ റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചധികം എന്താ പറയുക ട്രാഫിക് ഉള്ള ഏരിയയും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു നമുക്ക് ഫസ്റ്റ് ഷോപ്പിങ്ങിന് മുമ്പേ ഫുഡ് കഴിക്കാൻ പോവാ, അവിടെ മിനിസോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എവിടെ ഭക്ഷണം കഴിക്കാന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മൾ നടക്കുകയാണ് ആ സ്ട്രീറ്റ് മുഴുവൻ. ടേണിങ്ങിൽ എത്തിയിട്ട് നമുക്ക് ഫുഡിന്റെ കാര്യം നോക്കാന്നാ പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ സാനി ഇതാ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നീങ്ങുന്നു പറഞ്ഞിട്ട് നിൽക്കുന്ന കേട്ടോ. അപ്പൊ നമ്മൾ നിന്ന് ആ ടേണിങ്ങിൽ തന്നെയായിരുന്നു അഞ്ചപ്പാർ ഹോട്ടൽ ഉണ്ടായത്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ അവിടത്തേക്ക് തന്നെ പോവാണ്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ അഞ്ചപ്പാർ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അഞ്ചപ്പാർ ഹോട്ടലിൽ പോകുന്നത്. ഇതിന്റെ ഔട്ട്ലെറ്റ് ചെന്നൈയിലും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ ബിരിയാണീനെ പറ്റിയിട്ട് നല്ല റിവ്യൂസ് ഞാൻ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അവിടുന്ന് ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ ഉള്ള സ്ഥിതിക്ക് അവിടുന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇവിടെ തന്നെ കയറിയത്. അതുപോലെ നിങ്ങൾക്ക് അറിയാലോ പൊതുവെ ബാംഗ്ലൂർ എല്ലാത്തിലും ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നുള്ള, മെയിൻലി ഫുഡിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ അതിൻ്റെ അകത്ത് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോന്റെ എൻഡ് വരെ കാണുകയാണെങ്കിൽ എന്താ അത് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഇതൊരു പ്രൊമോഷൻ വീഡിയോ എന്നല്ല, നമ്മൾ ചെയ്തൊരു ചെറിയ എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. അത് ഈ വീഡിയോന്റെ എൻഡിങ്ങിൽ ഞാൻ പറഞ്ഞുതരാം. സൈഡ് എന്തെങ്കിലും ഗ്രേവി പറയുന്നോ? ചില്ലി ചിക്കൻ ആറ്റം ആണോ?
അപ്പൊ നമ്മൾ കയറി സെറ്റിൽ ആയതിനു ശേഷം ഇതാ നമ്മൾ ഫുഡ് എന്തൊക്കെയാ വേണ്ടതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ പല ആളും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നമ്മളതാ ഓർഡർ ചെയ്തു. അപ്പൊ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡിനായിട്ടുള്ള വെയിറ്റിംഗിലാണ്. ആ ഒരു ടൈമിൽ ഈ ഹോട്ടലിന്റെ ആംബിയൻസ് ചെറുതായിട്ട് ഞാനൊന്ന് ക്യാപ്ചർ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ ക്ലിപ്പിംഗ്സ് ഒന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് ഞാനൊന്ന് കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മള് ഫുഡ് വന്നു തുടങ്ങി. ആദ്യം തന്നെ സ്റ്റാർട്ടറാ വന്നത്. നമ്മൾ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അതിന്റെ കൂടെ ഇതൊരു ഡ്രൈ ചിക്കൻ എന്തോ ആണ്, എനിക്ക് പേര് ഓർമ്മയില്ല. അതിനുശേഷം ഒരു തന്തൂരി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചിക്കൻ ഗ്രേവി അവരെ സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട് അവർ തന്നെ നിർബന്ധിച്ച് ഓർഡർ ചെയ്യിപ്പിച്ചതാണ്. അതിന്റെ കൂടെ വീറ്റ് പൊറോട്ട ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ കേർഡ്, അതായത് ബിരിയാണിന്റെ സൈഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിനകത്ത് ആ ചിക്കൻ്റെ ലെഗ് പീസിന്റെ പ്രത്യേകമായി അവർ പറഞ്ഞ് നമ്മളെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ നമ്മളിത് സെർവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു നമ്മളെ ഫുഡ്. സെർവ് ചെയ്തിട്ട് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ കൂടെ നമ്മൾ നാനും എത്തിക്കഴിഞ്ഞു. അതിന്റെ കൂടെ നമ്മൾ ലൈം ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഇത്രയും ഫുഡ് എന്നായിരിക്കില്ലേ നിങ്ങൾ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരുന്നത്? വേറെ ഒന്നല്ല കേട്ടോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാ വന്നത്. ഡയറക്റ്റ് നമ്മൾ ലഞ്ചാ കഴിക്കാൻ പോകുന്നത്. രാവിലെ 4 മണിക്കും 5 മണിക്കും ആണ് കേട്ടോ നമ്മൾ ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ ആയ 10:30ക്കും 11 മണിക്കും ആയിരുന്നു നമ്മൾ എണീച്ചിട്ടുണ്ടായത്. അതിനുശേഷമാണ് നമ്മൾ റെഡി ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ എല്ലാവരും ഫുഡൊക്കെ സെർവ് ചെയ്തിട്ട് നമ്മളിതാ കഴിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ കഴിച്ചിട്ട് ഫുഡ് റിവ്യൂ പറയാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ എന്നെ കഴിക്കാൻ വിടുന്നുണ്ടായിട്ടില്ല ആദ്യമൊന്നും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് നാനും ഒരു ഗ്രേവി ആയിരുന്നു ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. ഓക്കെ ആയിരുന്നു. ബിരിയാണി അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായിട്ട്. തന്തൂരി ബിരിയാണി നന്നായിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. അതുപോലെ വീറ്റ് പൊറോട്ടയും ബട്ടർ ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഏഞ്ചൽ പറഞ്ഞു കൊടുക്കുന്നത്. അവരുടെ വോയിസ് ഇടണമെന്നുണ്ടായിരുന്നു, ബട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുമ്പോൾ എനിക്ക് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ലിങ്ക് ആഡ് ചെയ്തിട്ടൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് വലിയ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾ കാണുന്ന ആയിരിക്കെങ്കിൽ ഇതിനെപ്പറ്റി വല്ല നോളേജും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമന്റിൽ പറഞ്ഞു തരുന്നതാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ എനിക്ക് ആ ടൈമുള്ള വോയിസ് ഓവർ തന്നെ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു വീഡിയോസിലെല്ലാം. അപ്പൊ സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞ ആ സ്പെഷ്യൽ ചിക്കൻ ഉണ്ടല്ലോ, ആ ലെഗ് പീസ് ആയിട്ടുള്ള ഗ്രേവി, സത്യം പറഞ്ഞാൽ വായിൽ വെക്കാൻ കൊള്ളാത്ത ഒരു ഗ്രേവി ആയിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എനിക്ക് മാത്രമല്ല, നമുക്ക് ആർക്കും ഇഷ്ടമായിട്ടില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക്, ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? നമ്മൾ സൊമാറ്റോ ഉണ്ടല്ലോ, സൊമാറ്റോയിൽ നമ്മൾ ഡൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്നത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5% അല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ലിസ്റ്റിലുള്ള ഹോട്ടൽസിലാണെങ്കിൽ നമുക്ക് ആ അവർ പറയുന്ന ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ബാംഗ്ലൂരിലുള്ള എക്സ്പെൻസ് നോക്കുമ്പോൾ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ മിനിസോയിലേക്ക് കയറിയിട്ടുണ്ട്. മിനിസോയിൽ കയറിയിട്ട് തകർപ്പനായിട്ട് നമ്മൾ ഷോപ്പിംഗ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ചേർച്ച് സ്ട്രീറ്റിൽ കുറേ വലിയ വലിയ ബ്രാൻഡ്സിന്റെ ഒക്കെ ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. പൂമ, ഇഡിഡാസ്, അങ്ങനെ വലിയ വലിയ ബ്രാൻഡ്സിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മളെ മിനിസോയിലുള്ള അടിപൊളി ഷോപ്പിംഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അവിടുന്ന് ചപ്പൽസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ് സാനിക്ക് വേണ്ടിയിട്ട്. ചപ്പൽസ് സെലക്ട് ഒക്കെ ചെയ്ത് വാങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മൾ മിനിസോന്ന് ഇറങ്ങുമ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മഴ ചതിച്ചു എന്ന് തന്നെ പറയാം. നല്ലൊരു മഴയായിരുന്നു കിട്ടിയിട്ടുണ്ടായത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഷോപ്പിംഗ് പകുതിക്ക് നിർത്തിയിട്ട് നമ്മൾ തിരിച്ചു പോവുക ചെയ്തത്. ഒരേ സമയം നമ്മളൊരു ഷോപ്പിൽ കയറി നിന്ന് അതൊന്നും എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഷോപ്പിംഗ് ഒക്കെ നമ്മൾ നിർത്തി ഒരു ക്യാബ് ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനിയും ബാംഗ്ലൂർ വീഡിയോസ് വരാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ ബൈ.